ഹലോ, നമ്മൾ എമ്പുരാൻ ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ വൈകിയാണ് ഇറങ്ങിയത്. ഒരു 9:50 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ കുറേ ട്രാഫിക്കൊക്കെ കിട്ടി 10 ആയപ്പോഴാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകി പോവായിരിക്കും, കുറേയൊക്കെ മിസ്സാവുമായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഇതേ ലൂസി ചേച്ചിനെയും സനലേട്ടനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവരും ആ സമയത്ത് വന്നേക്കണം. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ അതിനകത്ത് 2 തിയേറ്റർ ഉണ്ട് കേട്ടോ. 2 തിയേറ്ററും ഫുള്ളാണ് കേട്ടോ. അത്രയും ഫുൾ ഇങ്ങനെ വരാറില്ല. പിന്നെ നാളെയുണ്ട് ഷോ. പിന്നെ നമ്മൾ എന്നത്തെ പോലെ തന്നെ പോപ്കോണും കൊക്കക്കോളയും മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ കയറി കുറേ നേരം ഇരുന്ന് കുറേ പരസ്യങ്ങളൊക്കെ കണ്ട് നാഷണൽ ആന്തമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങിയത്. എന്തായാലും സിനിമ തുടങ്ങിയപ്പോൾ ഒരു 10:40 ആയതുകൊണ്ട് ഭയങ്കര നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊഞ്ചി കാർട്ടൂൺ ഫിലിം കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഈ കാർട്ടൂൺ ഫിലിം കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നതെന്ന്. എന്നെ ഞാനാക്കി എൻ്റെ അച്ഛൻ്റെ ഓർമ്മ പൃഥ്വിരാജിൻ്റെ അച്ഛനോടുള്ള നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഫിലിം തുടങ്ങുന്നത് തന്നെ. പിന്നെ ഈ മോഹൻലാൽ എന്നുള്ള പേര് എഴുതി കാണിച്ചപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഓളം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പോയിലറായിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. ഈ പേര് എഴുതി കാണിക്കുന്നത് കുറച്ച് എഴുതി കാണിക്കുന്നത് മാത്രമേ ഇടുന്നുള്ളൂ. പൃഥ്വിരാജിൻ്റെ മോളെ പാടിയിരിക്കുന്ന പാട്ട് നന്നായിട്ടാട്ടോ കുട്ടി പാടിയിരിക്കണം, നല്ല രസമുണ്ട്. അത് ഒരു കൂരിത്തരിപ്പ് ഉണ്ടാക്കുന്നു കേട്ടോ. പിന്നെ മഞ്ജു വാര്യർക്ക് കൊടുത്തിരിക്കുന്ന സീനൊക്കെ മഞ്ജു വാര്യർ നല്ല പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നമുക്കെന്താ ഒരു രോമാഞ്ചിഫിക്കേഷൻ വരും. പിന്നെ അതുമാത്രമല്ല സുരാജ് വെഞ്ഞാറമൂടും ബൈജും ഒക്കെ നന്നായിട്ടാട്ടോ അഭിനയിച്ചേക്കുന്നത്. എനിക്കിതിൽ നിന്നൊന്നും വെട്ടിക്കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് കണ്ടാൽ പോരെ. പിന്നെ പൃഥ്വിരാജ് വന്നതും മോഹൻലാൽ വന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഫുള്ള് കുറച്ചൊക്കെ എടുത്തായിരുന്നു. പക്ഷേ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ആവുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. മോഹൻലാലിൻ്റെ കൈ പോലും അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. പിന്നെ പൊഞ്ചിക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സ്കേഡാന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ പാർക്കിൽ കൊണ്ട് വിട്ടു കേട്ടോ. എന്നിട്ട് അവരോട് പറഞ്ഞു പൊഞ്ചിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടൺ ക്യാൻഡിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2-3 ഫോട്ടോയൊക്കെ അവിടെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈദാണല്ലോ നാളെ, അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ.